എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പാസഞ്ചർ ഷിപ്പിൽ നിന്ന് കുറച്ച് ആൾക്കാരാണെങ്കിൽ പുറത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആൻഡ് അവരൊരു ബാരൽ കാണുന്നുണ്ട്. ബാരലിൽ നിന്ന് എനിക്ക് നോയ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഒരു ഓറഞ്ച് ഹെയറുള്ള ഒരു ഗേളിനെയാണ് കാണിക്കുന്നത്. ഈ ക്യാരക്ടറിനെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുകയാണ്. അതിൻ്റെ സൗണ്ട് ചെയ്ത ബാരൽ അവരെല്ലാം കൂടെ ലിഫ്റ്റ് ചെയ്യുകയാണ്. സോ അവരൊരു വലിയ ബാരലാണ്. സോ ആൽക്കഹോൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. സെയിം ടൈം അപ്പുറത്തോടെ ഒരു ഷിപ്പ് വന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഷിപ്പിൻ്റെ ഫ്ലാഗ് ഒന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതൊരു പൈറേറ്റ് ഷിപ്പ് ആണ്. ഇനി നമ്മൾ ആ പൈറേറ്റ് ഷിപ്പിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഈ ക്യാരക്ടറിൻ്റെ പേരാണ് കോബി. സോ കോബിനോട് അവിടെ ഒരു പുള്ളിക്കാരി ചോദിക്കുകയാണ്, കോബി ഈ സീലെല്ലാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ആരാണ്? സോ കോബി പറയുകയാണ്, അത് ഈ ഷിപ്പിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള നിങ്ങളാണ് അൽവിദ സാമാണ്. സോ അൽവിദ സാമാണ് ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ. പുള്ളിക്കാരി ഓർഡർ കൊടുക്കുകയാണ് മറ്റേ നമ്മുടെ പാസഞ്ചർ ഷിപ്പ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവരെല്ലാം കൂടെ ആ പാസഞ്ചർ ഷിപ്പ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. പൈറേറ്റ്സ് പാസഞ്ചർ ഷിപ്പിലോട്ട് പോകുന്ന സമയത്ത് അതിന് ആ ഓറഞ്ച് ഹെയറുള്ള ഗേളിൽ ക്യാരക്ടറിൻ്റെ പേരാണ് നാമി. നാമി നേരെ പൈറേറ്റ് ഷിപ്പിലോട്ട് വരുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. സോ അറ്റ് ദ സെയിം ടൈം ഇവർ നേരെ ചെന്ന് വരുന്നത് ആ ബാരലിൻ്റെ ഫ്രണ്ടിലാണ്. അവർ നോക്കുമ്പോൾ കോബി ആണെങ്കിൽ ഇത് ആൽക്കഹോളാണെന്നും പറഞ്ഞ് എടുത്തിച്ചേക്കാണ്. സോ ഇവർ ഈ ആൽക്കഹോൾ കുടിക്കാമെന്നും പറഞ്ഞ് ഈ ബാരൽ പൊട്ടിക്കാൻ നിൽക്കുന്ന സമയത്താണ് അതും പൊട്ടിച്ച് അതിലൊരുത്തനെ ഇടിച്ചിട്ടുണ്ട് ഒരു സ്ട്രോ ഹാറ്റ് വെച്ച് ചെക്കനാണെങ്കിൽ പുറത്ത് വരും. ഇവന്മാരാണെങ്കിൽ കണ്ട് ടെൻഷനായിട്ട് ഈ ചെക്കനെ വിരട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ചെക്കനാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കോബിനോട് ചോദിക്കുകയാണ്, എനിക്ക് വിശക്കണോ, ഫുഡ് എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന്. അപ്പോൾ ഇവന്മാർ ചെക്കനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ നൈഫ് തന്നെ രണ്ടായിട്ട് ഒടിഞ്ഞു പോവാണ്. അപ്പം ഇവർ പേടിച്ചിട്ട് ആ ചെക്കനോട് ചോദിക്കുകയാണ്, നീ ആരാന്ന്? സോ അപ്പോഴത്തേക്കും അവൻ പറയുകയാണ്, ഒരേ മങ്കിടി ലൂഫിയാണ്. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഫുഡ് തപ്പി പോവാണ്. കൂടെ കോബിയുണ്ട്. അവന് ഫുഡ് കിട്ടുന്നുണ്ട്. അവൻ കോബിനോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊരു പൈറേറ്റ് ഷിപ്പാണോ, നീ ഒരു പൈറേറ്റ് ആണോ എന്നൊക്കെ. അപ്പോഴാണ് കോബിയുടെ സ്റ്റോറി പറയുന്നത്. കോബി ഒരു 2 years മുന്നേ ഒരു ദിവസം ഫിഷിങ്ങിന് പോയതാണ്. അപ്പോഴാണ് അൽവിദ നമ്മുടെ കയ്യിൽ വന്ന് വെട്ടുന്നത്. അന്ന് തൊട്ട് കോബി ഒരു കോർബോയായിട്ട് നിൽക്കുവാണ്. പക്ഷേ കോബിക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ ലൂഫി ചോദിക്കുന്നത്, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഓടിപ്പോക്കൂടെയെന്ന്. പക്ഷേ കോബിക്ക് ഭയങ്കര പേടിയാണ്. അടുത്ത സീനിൽ നേരത്തെ ഇവിടെ നിന്ന് ഓടിപ്പോയ അമ്മമാരാണെങ്കിൽ നേരെ അൽവിദ സാമാൻ അടുത്ത് വരുവാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവിടെ ഒരു ബാരലിൽ ഒരുത്തനെ കണ്ടു, മേ ബി അവനൊരു ബൗണ്ടി ഹണ്ടർ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. വീണ്ടും കോബി ലൂഫി തമ്മിലുള്ള കോൺവെർസേഷനാണ് കാണിക്കുന്നത്. കോബി ലൂഫിനോട് ചോദിക്കുന്നുണ്ട്, നീ ആരാന്ന്? അപ്പോൾ ലൂഫി പറയുന്നത്, ഞാനൊരു പൈറേറ്റ് ആണെന്ന്, ആൻഡ് ഞാൻ പൈറേറ്റ്സിൻ്റെ കിങ് ആവാൻ പോവാണ്. അപ്പോൾ കോബി പറയുന്നുണ്ട്, അതൊരിക്കലും പോസിബിൾ ആകത്തില്ല, അത് പോസിബിൾ ആണെങ്കിൽ നീ 1 piece കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ ലൂഫി പറയുന്നത്, ഞാൻ 1 piece കണ്ടുപിടിക്കാൻ തന്നെയാണ് പോകുന്നതെന്ന്. അപ്പോൾ കോബി പറയുന്നത്, അതൊരിക്കലും നടക്കത്തില്ല, കാരണം ഈ ലോകത്തുള്ള എല്ലാ പൈറേറ്റ്സും അതിൻ്റെ പിന്നാലെയാണെന്ന്. അപ്പോൾ ലൂഫി പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുമോ പറ്റത്തില്ല അതിലൊന്നും അല്ല കാര്യം, ഞാൻ ഡിസൈഡ് ചെയ്തു ഞാൻ പൈറേറ്റ്സിൻ്റെ കിങ് ആവാൻ പോകുമെന്ന്. സോ ആ പ്രോസസ്സിൽ ഞാൻ മരിച്ചു പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന്. അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് കോബി ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ആവുന്നത് നമ്മൾ കാണിക്കുന്നുണ്ട്. എൻ്റെ വിശപ്പൊക്കെ മാറി ഞാൻ പോകുമെന്ന് പറഞ്ഞ് ലൂഫി നിൽക്കുന്ന സമയത്താണ് മറ്റേ പൈറേറ്റ്സ് എല്ലാം കൂടെ ലൂഫിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ അൽവിദ സാമ വരുന്നുണ്ട്. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ചു നീ ബോണ്ടി ഹണ്ടർ ആയിട്ടുള്ള സോറോ ആയിരിക്കുമെന്ന്, നീ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ലൂഫി പറയുന്നത് ഞാനൊരു പൈറേറ്റ് ആണെന്ന്. എന്നിട്ട് കോബിനെ കണ്ട് അൽവിദ സാമാനും കോബിനോട് ചോദിക്കുന്നുണ്ട്, കോബി ഈ സീരീസിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ആരാണ്? കോബിയാണെങ്കിൽ നിങ്ങളാണ് പറയാൻ പോകുന്ന സമയത്ത് ലൂഫി ചോദിക്കുന്നുണ്ട്, ഏതായി വൃത്തിയായിട്ട പെണ്ണുമ്പോഴാണ്. അപ്പോൾ അൽവിദ സാമാൻ ടെൻഷനായിട്ട് ലൂഫിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ലൂഫി കോബിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. സോ അവിടെ വെച്ചാണ് ലൂഫിയുടെ പവർ നമ്മളെ കാണിക്കുന്നത്. ലൂഫിയുടെ ഫൈറ്റ് കണ്ടിട്ട് കോബിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. അപ്പോൾ ലൂഫി ആണെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ലൂഫിയുടെ ഫൈറ്റ് കണ്ടിട്ട് കോബി ആണെങ്കിൽ ലൂഫിനോട് ചോദിക്കുന്നുണ്ട്, ലൂഫി സാർ നിങ്ങൾ ശരിക്കും ആരാണ്? അപ്പോൾ ലൂഫി അറിയുന്നു, ഞാനൊരു റബ്ബർ പേഴ്സണാണെന്ന്. അപ്പോൾ അൽവിദ സാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഡബിൾ ഫ്രൂട്ട് കഴിച്ചായിരുന്നോ? ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടുള്ളൂ, അതൊക്കെ സത്യമാണോ? അപ്പോൾ ലൂഫി പറയുന്നുണ്ട്, അത് ഞാൻ ഗം ഫ്രൂട്ടാണ് കഴിച്ചിരുന്നത്. അപ്പോൾ കോബി ആണെങ്കിൽ അൽവിദ സാറിനോട്, നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ എന്ന് പറയുവാണ്. ആ സമയത്ത് അൽവിദ സാറിനാണെങ്കിൽ ടെൻഷനാവാണ്. അപ്പോഴത്തേനും ലൂഫി വന്നിട്ട് അൽവിദ സാറിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്താണ് അവിടെ നേവി കപ്പൽ വരുന്നത്. ആൻഡ് അവർ ഇവരെ അറ്റാക്ക് ചെയ്യുവാണ്. സോ ലൂഫി കോബിയൊക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുവാണ്. സെയിം ടൈം തന്നെ അവിടെ അപ്പുറത്തെ വേറൊരു ബോട്ടിൽ നാവിസാനാണെങ്കിൽ പൈറേറ്റ് ഷിപ്പിൽ നിന്ന് അതിൽ നിന്നുള്ള ഗോൾഡൊക്കെ എടുത്തിട്ട് എസ്കേപ്പ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. ലൂഫി കോബി ഇങ്ങനെ പോകുന്ന സമയത്ത് ലൂഫി ആണെങ്കിൽ കോബിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ പറഞ്ഞ ബൗണ്ടി ഹണ്ടർ ആയിട്ടുള്ള സോറോ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന്. അപ്പം കോബി പറയുന്നുണ്ട്, സോറോനെ ആണെങ്കിൽ ഇപ്പം നേവി ബേസിൽ പ്രിസണറായിട്ട് വെച്ചേക്കുവാന്ന്. സോ ലൂഫി ചോദിക്കുന്നത് അവനത്ര വീക്കാണെന്ന്. അപ്പോൾ കോബി പറയുന്നത് അവൻ വീക്കല്ല, അവനൊരു ഡെവിളിനെ പോലാന്ന് പറയുന്നുണ്ട്. കോബി ലൂഫിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ സോറോനെ പറ്റി തിരക്കുന്നത്? അപ്പോൾ ലൂഫി പറയുന്നു, അയാളൊരു നല്ല ആളാണെങ്കിൽ എനിക്കെൻ്റെ പൈറേറ്റ് ഗ്രൂപ്പിലോട്ട് ക്ഷണിക്കാനാണെന്ന്. എവിടെ പ്രിസണറായിട്ട് കിടക്കുന്ന സോറോനെ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്.